അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഐ നോബഡി അതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ആയിട്ടാണ്. ആക്ച്വലി ട്രെയിലർ ആയിട്ട് കുറച്ച് ദിവസമായി നമുക്ക് വീഡിയോ ചെയ്യാൻ അവസരം കിട്ടിയത് ഇപ്പോഴാണ്. അവസരം തന്ന എല്ലാവരോടും നന്ദി, നമസ്കാരം. സോ നമ്മൾ ഐ നോബഡിയുടെ ട്രെയിലർ കാണാൻ പോയി. രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ട്. എല്ലാവരും കൂടെ അധ്വാനിച്ചൊരു മുതൽ സാറിന് സ്വന്തമായിട്ട് വേണമെന്ന് വിചാരിച്ചാൽ അത് കുറച്ച് കൂടുതലല്ലേ സാറേ? അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതി ഞാൻ വിടാം. ഇടിയാണ്. പിന്നെ അവിടെ രാജ്യങ്ങൾ നൈകശിക്ഷ ഇതിന് വന്നുള്ള സെക്യൂരിറ്റിനെ ലിഫ്റ്റിലിട്ട് തന്നെ എന്ത് ഓരോ പ്രശ്നങ്ങൾ ഞങ്ങൾ പോലീസിനെ പെട്ടുപോലും ബാങ്കിന്റെ ക്യാഷ് ഒരു കറങ്ങി തിരിച്ചടക്കാൻ പറ്റില്ല. ഇവിടെ പൈസ ഓഫീസിലൊക്കെ പരാതിയില്ല. വീട്ടിൽ കാണുമ്പോൾ ടെൻഷൻ കൊടുത്താൽ ഇതൊരു മിസ്റ്റേക്ക് അത് ഞാൻ മനസ്സിലായിട്ടുണ്ട്. അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ്. രാജീവിനൊന്നും പറയാനില്ല സർ. അതിന് എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇപ്പൊ ജീവനോടില്ല. എല്ലാരും നോബഡിയാ, ഡയറക്റ്റഡ് ബൈ നോബഡി. എല്ലാവരുടെയും കഴുത്തിൽ അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ഷോട്ടിലെ മറ്റേ ദൃശ്യത്തിലെ ഷോട്ടിലെ പോലെ പൃഥ്വിരാജ് ലെഫ്റ്റ് സൈഡിലും പുള്ളിക്കാരത്തി റൈറ്റ് സൈഡിലും രണ്ടുപേരും ഫോക്കസിലാണ്. എന്നിട്ട് ആ സീനിൽ പുള്ളിക്കാരനാണെന്നു ശരി, ഈ പറയുന്ന അക്യൂസേഷൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ദൃശ്യത്തിൽ ആക്ച്വലി മോഹൻലാൽ ചെറുതാവുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഫ്രെയിമിൽ വലുതായിട്ട് വെച്ചിട്ട് മോഹൻലാൽ വളരെ ചെറുതായി കൈകെട്ടി നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ അല്ലായിരിക്കും തെറ്റുകാരൻ ആ ഷോട്ട് വെച്ചിട്ട്. ആ നിമിഷത്തേക്കായിരിക്കും. അത് തന്നെ ആ സീക്വൻസിൽ പടം കാണുമ്പം ഈ നിസാം ബഷീർ, അതായത് റോഷാക്കിന്റെ ഡയറക്ടർ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഇത് കാണുമ്പം പടം കാണാൻ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രാജുവേട്ടന്റെ ഒരു അതെ ഈ പറയുന്ന പുള്ളിക്കാരന്റെ ആക്ടിങ്ങിലെ നെഗറ്റീവ്സ് എന്ന് പറയുന്ന എലമെന്റ്സിനെയൊക്കെ എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ട്രെയിലർ അയാളും ഞാനും തമ്മിലെ രാജുവേട്ടനാണ്. പിന്നെ കൂടെ ഇതിലൊക്കെ നമുക്ക് വേറൊരു ലൈൻ ഓഫ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇനിഷ്യലി മറ്റേ ആ സാറ് ആ സംഭവമല്ല, അവ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതിൽ തന്നെ എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് പുള്ളിയുടെ. ഇടിയുണ്ട്, ആക്ഷൻ സീക്വൻസ് ഉണ്ട് പടത്തിൽ. അത്യാവശ്യം നല്ല പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഈ കാണുന്ന ടീസറിനകത്തും ഉണ്ടായിരുന്നു ആക്ഷൻ സീക്വൻസ് കാണിച്ചത്, കുറച്ച് പരിപാടികൾ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ വെൽ ഷോട്ടാണ്, നല്ല ഒരുപാട് റേഞ്ച് ഓഫ് ഷോട്ട്സ് ഉണ്ട്. ഇങ്ങനെ സിമ്പിൾട്ടൺ മേക്കിംഗ് അല്ലാതെ ഇത് ആക്ച്വലി ഒരു ഹൈസ്റ്റ് ബേസ് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹൈസ്റ്റ് മൂവി പോലല്ല. ഒരു ഹൈസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹൈസ്റ്റ് ചെയ്തതിന് ശേഷം സംഭവിക്കുന്ന പരിപാടി പോലെ അതാണ് അവിടെ നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ടീസറിനകത്തും ആ ഒരു ഹിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നു. അത് ഇവര് മോഷ്ടിച്ചു, ഒരുപാട് പേരുടെ അധ്വാനത്തിനുണ്ടാക്കിയ മുതലാണ്. അതിൽ കുറച്ച് ആൾക്കാരാ പറഞ്ഞത്. ആ അധ്വാനിച്ച ആൾക്കാരൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ കള്ളന്മാരാണ്. നമ്മുടെ ഹക്കീം ഷാ അല്ല, ഈ സഞ്ജു ശിവറാം, ഖാലിദ് റഹ്മാൻ, അവരുടെ ഗ്യാങ് ആണെന്ന് തോന്നുന്നു ഈ മോഷ്ടാക്കൾ എന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല. ഏതായാലും ജൂലൈ 9 നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മൾ FTFS കാണുന്നതായിരിക്കും. പിന്നെ ഡിസ്കഷൻ ജൂലൈ 9 നിങ്ങളില്ലല്ലോ അല്ലേ? ഉണ്ടോ? ഇല്ല.
അപ്പോൾ ഡിസ്കഷൻ വരാൻ ലേറ്റ് ആവും. ജൂലൈ 11-നായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഡിസ്കഷൻ കുറച്ച് ലേറ്റ് ആവും. പക്ഷെ പടം ഞാൻ കാണുന്നില്ല.